ഗുഡ് മോർണിംഗ്. ഇവിടെ കറക്റ്റ് 5 മണി ആയി. അവിടെ കാണുന്നതുണ്ടോ, അതാണ് എൻ്റെ ഫ്ലാറ്റ്. സോ എനിക്കും കുറച്ച് ഹോട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് മോർണിംഗ് തൊട്ട് ഒന്ന് വാക്കിംഗ് പോവാണ്, ഒന്ന് ഇറങ്ങിയതാ. എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട്. വെയിറ്റ് നോക്കിയപ്പോൾ ഇച്ചിരി ഒന്നുമല്ല, ഒരു 2 കിലോ കൂടിയുണ്ട് ഒരു മാസത്തിൽ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മോർണിംഗ് ഒന്ന് നടക്കുകയാണെങ്കിൽ ഒന്ന് റിലാക്സേഷൻ, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവുള്ളൂ എന്ന് വെച്ചിട്ട് ഇനി ഒരു 1 hour ഇനി നെസിയോണ മൊത്തം തെന്നിത്തിരിഞ്ഞ് നടക്കുന്നതാണ് രാവിലത്തെ പണി. കുഴപ്പമില്ല, ഞാൻ ഇവിടുത്തെ വ്യൂസൊക്കെ കാണിക്കാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണിത് നെസിയോണ, ഞാൻ കാണിക്കാം. ഇവിടെ രാവിലെ ആയതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഈ ചെറിയ ചിൽനെസ്സിലിങ്ങനെ നടന്ന് ഈ ഗ്രീനറി ലുക്കൊക്കെ കണ്ട് നടക്കുമ്പോൾ ശരിക്കും മൈൻഡ് നല്ല റിലാക്സേഷനായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ ഒരു സറൗണ്ടിങ്സ്. ദേ അവിടെ കാണുന്നതാണ് എൻ്റെ ഫ്ലാറ്റ്. ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ്, ഈ സ്ട്രീറ്റിൽ നടന്ന് പോകുമ്പോൾ ഞാൻ ഒരു വ്യൂ കണ്ടു. ഒന്നുമില്ല ഗായ്സ്, നമ്മൾ വിഷു കണിക്ക് വെക്കുന്ന കണിക്കൊന്ന പൂവ്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ സംതിങ് ഒരു പോസിറ്റീവ് വൈബ്. എൻ്റെ കൃഷ്ണന് ഒരുപാട് ഇഷ്ടപ്പെട്ട പൂവാണിത്. അപ്പോൾ ഞാൻ എന്തായാലും പറിക്കാണ് വെച്ചു. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് കിട്ടി. ഞാൻ എക്സ്പെക്റ്റേ ചെയ്യാത്ത ഒരു സംഭവമാണ് ഇന്ന്. ഈ ഫ്ലവർ ഞാൻ ഇന്ന് കാണും, ഇത് എൻ്റെ കൃഷ്ണനെ കൊണ്ടുപോയി വെക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. സോ ദിസ് ഈസ് ദി മാജിക് തിങ് ഗൈസ്. ഇന്ന് എനിക്ക് ഭയങ്കര, സത്യം പറഞ്ഞാൽ നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു ഇൻസിഡൻറ്റ്, ഈ ഒരു മാജിക്ക് നടന്നപ്പോൾ എനിക്കെന്തോ, ഞാൻ നിനക്ക് ഉണ്ടല്ലോ ഓടി, ഇനി വിഷമിക്കണ്ട, അതെടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നു. സോ ഒരുപാട് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഡേ. എന്നും നീ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കൃഷ്ണ. ലവ് യു സോ മച്ച്.